ചലഞ്ച് ചെയ്യട്ടെ? അതാ കാണണ്ട ഓമക്കുറ്റിയാ മുള കണ്ട അവിടെ പോയിട്ട് തൊട്ടിട്ട് വന്ന മന്തി ഫുൾ മന്തി ഉറപ്പാണ്. ഓമക്കുറ്റി മറ്റേ മന്തി ഫുൾ മന്തി ഉറപ്പന്നെ. മന്തി ഫുൾ മന്തി ഉറപ്പാണ്. പിന്നെ ഇങ്ങനെ ഒരുപാട് ചാലഞ്ചുകൾ ഏറ്റെടുക്കുന്നവർ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താ വെച്ചാൽ നമുക്ക് അറിയുന്ന സ്ഥലമാണെങ്കിൽ ഓക്കെ, അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടൂറിന് പോകും ഇത്ര ലോങ് നമ്മൾ പിടിക്കുന്ന നേരത്ത് ഫസ്റ്റ് എന്താ ചോദിക്കുന്നത്, നമ്മൾ പോകണ നേരത്ത് കാലിൽ മസിൽ പിടിക്കും. കാരണം ബോഡി ഹീറ്റ് ആയിട്ടാവില്ല, നമ്മൾ ചാലഞ്ച് കിട്ടെടുത്ത് ചാടുക നമ്മൾ. അപ്പോൾ നീന്താ അറിയൊരു കോൺഫിഡൻസ് ചാടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പോകണ നേരത്ത് മസിൽ പിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കവർ ചെയ്യാൻ പറ്റുമെന്ന് കൂടെ ഒന്ന് ആലോചിക്കണം, 2 കൈ വെച്ച് നീന്താൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ അടുത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോണ നേരത്തെ സെൻറ്ററിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം വരും, ചില തണുത്ത വെള്ളം വരും. ആ നേരത്തെ ചെറിയൊരു പേടി വരും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ തണുത്ത വെള്ളം വരുമ്പോൾ ആലോചിക്കും എൻ്റെ പൊന്നെ ഇവിടെ നല്ല ആഴുണ്ടാവുന്ന മനസ്സിൽ മെൻ്റലി കൂടും. ഒരു വിവരമുള്ള എല്ലാവർക്കും വരും, കാരണം അറിയാത്ത സ്ഥലമല്ല, ആഴെന്തായാലും പേടി വരും. മൂന്നെന്താ വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഫ്രീ സ്റ്റൈൽ ഇങ്ങനെ മലർന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടെ പഠിക്കുന്നവർ മാത്രമാണെങ്കിൽ ലോങ് പിടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഈ അൽഫാം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ വീട്ടിൽ ഒരു 10 5 പിന്നെ ഒരു നല്ല നീല ഷീറ്റും ചുവന്ന കസേര കിട്ടും. അവർക്ക് പറഞ്ഞ് നല്ല ചൂട് ചോറും ചിക്കനും കിട്ടും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നീന്താൻ അറിയുന്നവരായാലും ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എത്ര ദൂരത്താണെങ്കിൽ പോവാം കേട്ടോ, പേടി പാടില്ല. പക്ഷെ മനുഷ്യന്മാരാണ്, എല്ലാവരും പാനിക്കാവും കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. അങ്ങനെ അടുത്ത വീഡിയോ കാണാം. എന്തായാലും ചെക്കന്മാർ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. എപ്പോഴും നെഗറ്റീവ് പറയണം മാത്രം വിചാരിക്കരുത്. എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.